ആരൊക്കെയോ വട്ടം കൂടിയിരുന്ന് ഊതും, ഓടക്കുഴൽ ഊതുന്ന പോലെ ഊതും. ആ കാറ്റിൽ ചില മഞ്ഞപ്പൂടകൾ പറന്നുയരും. ആ മഞ്ഞപ്പൂടകൾക്ക് വളരെ കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങൾ കേരള ഫുട്ബോളിനകത്ത് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഫുട്ബോൾ ക്ലബ്ബ്, ഒരുപക്ഷേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഫുട്ബോൾ ക്ലബ്ബ് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. ഈ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഔദ്യോഗിക ആരാധക കൂട്ടം എന്ന് ആരൊക്കെയോ വിശേഷിപ്പിക്കുന്ന, അവർ തന്നെ വിശേഷിപ്പിക്കുന്നതാണെന്ന് വിരോധികൾ പറയുന്നുണ്ട്. അവരല്ല, ഏതോ സുപ്രഭാതത്തിൽ ആളുകൾക്ക് ഒരു ബോധോദയം ഉണ്ടായതാണ് മഞ്ഞപ്പട ഔദ്യോഗിക ആരാധക കൂട്ടമാണെന്ന്, ഞങ്ങൾ അത്തരത്തിലൊരു പ്രചരണത്തിന്റെ പിന്നിലില്ല എന്നാണ് ഈ മഞ്ഞപ്പൂടയിലെ ആളുകൾ സ്വയം വിശ്വസിക്കുന്നത്. ഈ പൂടയെക്കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് ഒരുപാട് പറയേണ്ടി വരും. ഡേ, സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ആൻ പെർഫെക്റ്റ് എക്സാമ്പിൾ ഫോർ എ സേഫ്റ്റി വാൽവ് ട്യൂബ്. എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലക്ഷക്കണക്കിന് വരുന്ന ആരാധകർക്ക് തെറ്റായ മാനേജ്മെന്റിന്റെ തലതിരിഞ്ഞ നയങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങൾ ഒരു പ്രൊട്ടസ്റ്റിന്റെ വക്കിലേക്ക്, അല്ലെങ്കിൽ ആരാധകർക്ക് ക്ലബിന്റെ മാനേജ്മെന്റിന്റെ തെറ്റായ നടപടികൾക്കെതിരെ ഉണ്ടാകുന്ന വികാരങ്ങളെ ഒരു വിസ്ഫോടനം പോലെ ഒരു പൊട്ടിത്തെറിയിൽ പോകാതെ, അതായത് ആരാധകരുടെ പ്രതിഷേധം ഒരു വലിയ പ്രതിഷേധം പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറിയായി മാറാതെ അവരുടെ മാനേജ്മെന്റിന്റെ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ചില്ലറ തൊട്ടുകൾ എറിഞ്ഞു നൽകുന്നത് ആരാണോ, അല്ലെങ്കിൽ അതിന്റെ ബെനിഫിഷ്യറീസ് ആരാണോ, അവരുടെ അജണ്ടകൾക്ക് അനുകൂലമായിട്ട് ആരാധകർക്കുള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വികാരത്തിന്റെ അല്ലെങ്കിൽ പ്രതിഷേധത്തിന്റെ അഗ്നിയെ ഡയല്യൂട്ട് ചെയ്ത് ആരാധകരുടെ വികാരത്തിനെ തണുപ്പിക്കുകയും തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ചാനലൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഈ മഞ്ഞപ്പുടകൾ എന്ന് പറയാം. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എണ്ണത്തിൽ കുറവായിരിക്കുന്ന ചെന്നൈയിൻ എഫ് സിയുടെ ആരാധകരുടെ നട്ടലിന്റെ ബലം പോലും ഈ മഞ്ഞപ്പൂടകൾക്കില്ല. മീൻസ് ഞാൻ ഈ പൂട എന്ന് പറയുന്നത് ഡിസ്റെസ്പെക്ട് ഒന്നുമല്ല, നമ്മൾ ഈ പൂട ഇതിനകത്തൊക്കെ വളരെ വലിയ വ്യത്യാസമുണ്ട്. കാരണം ബംഗളൂരു എഫ് സിയുടെ ആരാധക കൂട്ടമായ വെസ്റ്റ് ബ്ലോക്ക് ബ്ലൂസിനും മോഹൻ ബഗാന്റെയും ഈസ്റ്റ് ബംഗാളിന്റെയും അൾട്രാസിനും എന്തിനേറെ പറയുന്നു, ഈ മഞ്ഞപ്പൂടകളുടെ എണ്ണത്തിന്റെ 10% പോലും ഇല്ലാത്ത ചെന്നൈയിൻ എഫ് സിയുടെ ആരാധക സംഘടനകളുടെ കപ്പാസിറ്റി പോലും ഇവന്മാർക്കില്ല. അവരുടെ മാനേജ്മെന്റിന്റെ തെറ്റായ തീരുമാനങ്ങൾക്കെതിരെ നട്ടൽ ഉയർത്തി നിന്ന് പ്രതിഷേധിക്കാനും അവർക്കെതിരെ ചോദ്യം ചെയ്യാനും തെറ്റായ നയങ്ങൾക്കെതിരെ പ്രതികരിച്ച് മാനേജ്മെന്റിനെ കൊണ്ട് തങ്ങൾക്ക് അനുകൂലമായ ആരാധകരുടെ വികാരത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് എത്തിക്കാൻ കരുത്തുള്ള ആരാധക സംഘടനകൾ മോഹൻ ബഗാനുണ്ട്, ഈസ്റ്റ് ബംഗാളിനുണ്ട്, ബംഗളൂരു എഫ് സിക്കുണ്ട്. എന്തിനേറെ പറയുന്നു, ചെന്നൈയിൻ എഫ് സി എന്ന കുഞ്ഞൻ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ അവർക്ക് ബ്ലാസ്റ്റേഴ്സിനെക്കാട്ടി 2 ട്രോഫി കൂടുതലുണ്ട്, മറ്റ് നേട്ടങ്ങളുണ്ട്, പിന്നെ ആരാധകരുടെ എണ്ണം കുറവാണ്. അവർക്ക് വരെ പ്രൊട്ടസ്റ്റിലൂടെ കാര്യങ്ങൾ തീരുമാനത്തിൽ എത്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പടയാണ് അഭിമാനം കൊള്ളുന്ന ഈ പൂടകൾക്ക് മാനേജ്മെന്റിനെ കൊണ്ട് കൃത്യമായ തീരുമാനങ്ങൾ എടുപ്പിക്കാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്മാരുടെ താല്പര്യം ആർക്കൊക്കെ വേണ്ടി ചാനലൈസ് ചെയ്തിട്ടുള്ള ഒരു ടൂളാണ് എന്നതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല. കാരണം പൊട്ടിത്തെറിയിലേക്ക് എത്തിക്കേണ്ട വികാര വിസ്ഫോടനങ്ങളെ അങ്ങ് ശമിപ്പിച്ച് നിർത്തുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ പ്രതികരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. മാനേജ്മെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പ്രതികരിച്ച് ഞങ്ങൾ മാനേജ്മെന്റിനോടൊപ്പം നിൽക്കുന്നില്ല, ഞങ്ങൾ ശക്തമായിട്ട് പ്രതികരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു ഗ്രൂപ്പിനകത്ത് ചർച്ച കഴിഞ്ഞിട്ട് വന്നതാണ്. ഞങ്ങൾ ശക്തമായി പ്രതികരിക്കുന്നുണ്ട്. എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അടച്ചിട്ട മുറികളിൽ ഞങ്ങളുടെ വേദികളിൽ ഇരുന്ന് പ്രതിഷേധിക്കുന്നുണ്ട്. മാനേജ്മെന്റിനെതിരെ ഞങ്ങൾ റൂം അടച്ചിട്ടിരുന്ന് പ്രതിഷേധിക്കാറുണ്ട്. ഈ പ്രതിഷേധത്തിന്റെ അവസാനം എന്താണ് നടക്കുന്നത്? സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇറങ്ങും. ഇന്നോ നാളെ വല്ല നമുക്കത് പ്രതീക്ഷിക്കാം. കാരണം ഇതെന്താണ്, ഇപ്പം ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഒരു പോസ്റ്റ് ഇട്ട് ഞങ്ങളുടെ പ്രതിഷേധം ദാണ്ടെ ഇവിടെ അവസാനിക്കുകയാണ്. ആരൊക്കെയോ എറിഞ്ഞു കൊടുക്കുന്ന ചില്ലറ തൊട്ടുകൾക്കനുസരിച്ച് ആരാധകരെ സംഘടിപ്പിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് യാതൊരു തേങ്ങാക്കൊലയും ഇവന്മാരെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ആകെ പറ്റും സൈബർ ബുള്ളിങ് നടത്താനും ആരെങ്കിലും തെറി വിളിക്കാനും മറ്റുള്ളവരെ സോഷ്യൽ മീഡിയയിലൂടെ അപമാനിക്കാനും അല്ലാതെ വേറെ ഒരു തേങ്ങാക്കൊലയും ഇവന്മാരെ കൊണ്ട് നടക്കത്തില്ല എന്നുള്ളത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അവർ എന്തൊക്കെയോ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇവരുടെ പ്രവർത്തകർക്കെതിരെ തന്നെ സർക്കുലർ ഇറക്കുന്ന ഒരു പ്രത്യേക സംഭവമാണ് ഇവരെന്ന് എനിക്ക് ഇന്ന് കിട്ടിയ അറിവാണ്. ആക്ച്വലി മഞ്ഞപ്പട ആരാധകരുടെ വികാരത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇല്ല എന്നേ പറയാൻ പറ്റുന്നുള്ളൂ. ഒരു ആരാധക സംഘടന കൃത്യമായിട്ട് ആക്ഷൻ എടുക്കേണ്ട പല കാര്യങ്ങളും ഇവന്മാർ അറിയുന്നത് പോലുമല്ല. ദാറ്റ് മീൻസ് ദേ ആർ നോട്ട് ആക്സസിബിൾ ടു കോമൺ മാൻസ്. അവർ സാധാരണക്കാർക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ആരാധക സംഘടനയല്ല. അവിടെ എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങൾ നീറിപ്പുകയുന്നുണ്ട് എന്ന് അവർ സ്വയം പറയുന്നുണ്ട്. അവരുടെ പ്രശ്നങ്ങൾക്ക് അവർ പരിഹാരം കണ്ടെത്തുന്നുണ്ട്. പക്ഷേ അവർ ഒഫീഷ്യൽ ആരാധക സംഘടനയാണെന്ന് ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിൽ പോലും കൊച്ചു കുഞ്ഞുങ്ങളുണ്ടോ, അവരെല്ലാം വിശ്വസിച്ചിരിക്കുന്നത് മഞ്ഞപ്പട എന്ന് പറഞ്ഞാൽ എന്തോ വലിയ സംഭവമാണ്, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഔദ്യോഗിക സാധനമാണ്, ഈ ഒരു ക്ലബിനെ നിലനിർത്തുന്നത് ഈ ഒരു സാധനമാണ്. ഒരു PR പേജ് എന്ന നിലയിൽ മാനേജ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബോർഡിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ ഇവരെ കൊണ്ട് പറ്റുന്നുണ്ട് എന്നല്ലാതെ ആരാധകരുടെ വികാരത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഇവരെ കൊണ്ട് ഒന്നിനും പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇപ്പം നമുക്കെതിരെയും കുറേ ഭീഷണിയും കാര്യങ്ങളും വരുന്നുണ്ട്. മഞ്ഞപ്പട എന്താണ് ചെയ്യുന്നത് നിനക്കൊന്നും അറിയത്തില്ല. മഞ്ഞപ്പട എന്താണ് ചെയ്യുന്നത്? കൂടിപ്പോയാൽ നമുക്കെതിരെ തെറി വിളിക്കാൻ വരും, അതിനെ നമുക്ക് ലീഗലി നേരിടാൻ പറ്റും, പിന്നെ ഈ റിപ്പോർട്ട് ചെയ്ത് വീഡിയോ പോകുമായിരിക്കും, ചാനൽ പോകുമായിരിക്കും, അതൊക്കെ ഉള്ളൂ, അല്ലാതെ കൂടുതലൊന്നും ചെയ്യാനില്ല. ആക്ച്വലി ഈ മഞ്ഞപ്പട നിങ്ങൾ നന്നായിട്ട് പ്രവർത്തിക്കുന്നതിൽ അതിനകത്ത് യാതൊരു പ്രശ്നമില്ല. നിങ്ങൾ ഔദ്യോഗിക ആരാധക സംഘടന ആയിരിക്കുന്നതിനകത്തൊന്നും നമുക്ക് യാതൊരു പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ ഒരു മൊണോപ്പൊളി സ്ഥാപിച്ചെടുത്തിട്ട് അത് ആരാധകരുടെ വികാരത്തിനെ കൂടി കൺസിഡർ ചെയ്യണം. അല്ലാതെ ആർക്കോ വേണ്ടി എല്ലായ്പ്പോഴും പാട്ട് പാടിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ലിറ്ററലി നിങ്ങളെ ഈ മഞ്ഞപ്പൂട എന്നൊക്കെ വിളിക്കുന്നതിനകത്ത് വളരെ സങ്കടമുണ്ട്. കാരണം ഈ ഒരു ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ വികാരത്തിന്റെ ഭാഗമായി നിൽക്കാൻ നമ്മളും കുതിച്ച സമയമൊക്കെ ഉണ്ടായിരുന്നു. അതായത് 2014 സമയങ്ങളിലൊക്കെ നമ്മൾ മഞ്ഞപ്പട എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞിടേ ഈ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധക സംഘടനയായ മഞ്ഞപ്പടയ്ക്ക് വേണ്ടി മറ്റുള്ളവരുടെ നെഞ്ചത്ത് സൈബർ പൊങ്കാലയിട്ടവരുടെ കൂട്ടത്തിൽ ഞാനും പെടുന്നതാണ്. അതായത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ കുറേ പിള്ളേർ ഈ മഞ്ഞപ്പടയ്ക്ക് വേണ്ടിയിട്ട് സൈബർ ബുള്ളിങ് നടത്തുന്നത് പോലെ മറ്റു ക്ലബ്ബുകളുടെ പോസ്റ്റിൽ പോയി തെറി വിളിക്കാൻ പോകാനും ഈ പോളിൽ തോപ്പിക്കാനും ഒക്കെ ഈ അടിമ പോരാളിയായിട്ട് നടന്നവരിൽ ഒരാളാണ് ഞാനും. സോ നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ പണയം വെക്കരുത്. നിങ്ങളുടെ ചിന്തകൾ തീരുമാനിക്കേണ്ടത് ഈ ആരൊക്കെയോ ചേർന്ന് ഊതുമ്പം ആടിക്കളിക്കുന്ന പൂടകളല്ല. നിങ്ങൾ നിങ്ങളുടെ യുക്തി ഉപയോഗിച്ച് ചിന്തിക്കുക, സ്വതന്ത്രമായിട്ട് ചിന്തിക്കുക. അല്ലാതെ നിങ്ങളുടെ ഫാനിസത്തിനെ, നിങ്ങൾക്ക് ഈ ബാഡ്ജിനോടുള്ള സ്നേഹം ഒഫീഷ്യൽ എന്ന് ആരൊക്കെയോ പറഞ്ഞ് പഠിപ്പിച്ച ആരുടെയെങ്കിലും ഒക്കെ
ഹൃദയത്തിൽ കൊണ്ട് ചാർത്തി കൊടുക്കരുത്. നിങ്ങൾ ഏതെങ്കിലും ആരാധക സംഘടനകൾ പറയുന്ന താളത്തിനൊത്ത് തുള്ളാൻ നിൽക്കരുത്. ഐ റിപ്പീറ്റ്, ഞങ്ങൾ ഓർഗനൈസ്ഡ് ആണ്, മാങ്ങയാണ്, തേങ്ങയാണ്, നിങ്ങൾ ഈ ഇതിനകത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ എന്തോ വലിയ സംഭവമായി എന്നൊക്കെ നിങ്ങളോട് ആരെങ്കിലുമൊക്കെ പറയുന്നൊക്കെ ഇരിക്കും, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും. ആരുടെയെങ്കിലുമൊക്കെ താളത്തിന് തുള്ളുന്ന, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഊതി വിടുന്ന, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വീശി തരുന്ന കാറ്റിനൊപ്പം പറക്കാത്ത പൂടകളായിട്ട്, കാറ്റിനൊപ്പം പറക്കുന്ന പൂടകളായി മാറാതെ നിങ്ങൾ സ്വയം ചിന്തിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തുക. ഈ പൂടകൾ പ്രതിഷേധിക്കേണ്ടത് അവസാനം ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ആണോ എന്നാദ്യം മനസ്സിലാക്കുക. എന്താണ് ഇവരുടെ ഉദ്ദേശം ട്രാൻസ്ഫർ പോളിസിയെക്കുറിച്ച്? ട്രാൻസ്ഫർ പോളിസി എന്താണ്? തേങ്ങയുണ്ട്. ട്രെയിനിങ് ഗ്രൗണ്ട് എന്താണ്? മാങ്ങയുണ്ട്. പിന്നെ ഇന്ത്യൻ ഡിഫൻസീവ് മിഡ്ഫീൽഡറുടെ കാര്യം എന്താണ്? തേങ്ങ കൊലയുണ്ട്. അക്കാദമിയിൽ നിന്ന് താരങ്ങളെ വളർത്തിയെടുക്കുന്നുണ്ട്, വളരെ നല്ല കാര്യം. ആ താരങ്ങളെ എവിടേക്ക് പോകുന്നുണ്ട്? വിറ്റ് തുലയ്ക്കുന്നുണ്ട്. ഒന്നിനും കൃത്യമായി മറുപടി നൽകാൻ ഇവരെ കൊണ്ട് കഴിയില്ല. പിന്നെ ഇവരിപ്പോൾ നമുക്കെതിരെ ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിനൊക്കെ ആരംഭിക്കും, നമ്മൾ ഇങ്ങനെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതാണ് ഇതാണ്, മാങ്ങയാണ്, തേങ്ങയാണ്, നെവർ മൈൻഡ്, എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ. പക്ഷേ ഇവർ ചെയ്യുന്നത് ആരാധകർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ആരാധകരുടെ വികാരത്തിനെ ഇവർ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള തോന്നലുണ്ടെങ്കിൽ ഞാൻ മഞ്ഞപ്പടയിലുള്ള ഒരു മെമ്പറുമായിട്ട് തന്നെ ഇപ്പം സംസാരിച്ചിട്ട് വന്നതാണ്. പുള്ളി തന്നെ പറഞ്ഞത്, ഞങ്ങൾ പ്രതിഷേധിക്കേണ്ട വേദികളിൽ ഞങ്ങൾ പ്രതിഷേധിക്കുന്നുണ്ട്, അത് മറ്റുള്ളവരെ അറിയിക്കേണ്ട കാര്യമല്ലാന്ന്. ഏതാണ് ഈ മുറിയെന്ന് നമ്മൾ അറിയുന്നില്ല. ഇവരുടെ 10 പോലും ഇല്ലാത്ത ചെന്നൈയിൻ എഫ് സിയുടെ ആരാധകർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഇമ്പാക്ട് നിങ്ങൾ നോക്കിയോ. ചെന്നൈയിൻ എഫ് സിയൊക്കെ ഇപ്രാവശ്യം കിടിലൻ ടീമാണ്. കഴിഞ്ഞ സീസണിൽ 4-3-7 പേരെ ഉള്ളെന്ന് പറഞ്ഞ് ഈ പൂടകൾ കളിയാക്കുന്നുണ്ട്. ആ 4-3-7 പേർക്ക് കൃത്യമായിട്ട് എഴുന്നേറ്റ് നിന്ന് അഭിപ്രായം പറഞ്ഞ് മാനേജ്മെന്റിനെ കൊണ്ട് ഡിസിഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്ര കപ്പാസിറ്റി അവർക്കുണ്ട്. ഏഷ്യയിലെ ഏറ്റവും വലിയ പൂടകളാണ് ഞങ്ങളെന്ന് പറഞ്ഞ് ഇളകുന്നതല്ലാതെ, ആരെങ്കിലും പോയി തെറി വിളിക്കാനും പൊങ്കാലയിടാനും അല്ലാതെ മാനേജ്മെന്റിന്റെ ട്രാൻസ്ഫർ പോളിസീസിലോ അല്ലെങ്കിൽ ഫിലോസഫിയിലോ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ ഇവന്മാർക്ക് കഴിയില്ല. ഇവന്മാരെ കൊണ്ട് ആകെ പറ്റുന്നത് PR വർക്ക് നടത്താൻ പറ്റും, നത്തിങ് മോർ ദാൻ ദാറ്റ്. ദാറ്റ്സ് ഇറ്റ്.